ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. അപ്പോൾ എന്നെ അറിയാത്താക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. മൈ നെയിം ഈസ് ഫിസ ഷെറീൻ. ഞാൻ ജോർജിയയിൽ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അലോങ് വിത്ത് ദാറ്റ് ഞാനിങ്ങനെ യൂട്യൂബിൽ ചെറിയ വീഡിയോസൊക്കെ ഇടും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് കുട്ടികൾ DMs അയക്കുമായിരുന്നു പാർട്ട് ടൈമിനെ കുറിച്ചിട്ടും പിന്നെ ഇവിടുത്തെ പെർമിറ്റിനെ കുറിച്ച്, മെഡിസിനും MBBSും പാർട്ട് ടൈം എങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത് അങ്ങനത്തെ കുറച്ച് DMs വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് അതൊരു വീഡിയോ ആക്കി ഇടാമെന്ന്. അതായത് ജോർജിയയിലേക്ക് പഠിക്കാൻ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് MBBS പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടുമോ, എത്രയാണ് സാലറി, അതുപോലെ തന്നെ ന്യൂ വർക്ക് പെർമിറ്റിൻ്റെ റൂൾസ് എന്താണ്, അതുപോലെ തന്നെ എന്ത് ജോലിയാണ് ഇവിടെ ജോർജിയയിൽ സ്റ്റുഡൻസിന് കിട്ടുക. അപ്പം ഇതിനൊക്കെ കുറിച്ച് ഞാനൊരു ലോങ് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ച്. ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പം ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് മൈൻഡിൽ വെക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജോർജിയയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പം ജോർജിയയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ March 1, 2026 മുതൽ റൂള് മാറിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ക്ലിയറായി പറഞ്ഞുതരാം. ഏർലി ഈ 2026 March 1 അതിന് മുന്നേ ഉള്ള സ്റ്റുഡൻസ് ഇവിടെ പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നു. അവർക്ക് വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വരുന്ന വർക്ക് വിസ, അതായത് സ്റ്റുഡൻസ് അല്ലാതെ ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് മാത്രമേ വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സ്റ്റുഡൻസിനൊക്കെ പെർമിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ March 1, 2026 മുതൽ ഇവിടുത്തെ ഗവൺമെൻറ് റൂൾസ് മാറ്റി. സ്റ്റുഡൻസിനായാലും വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കായാലും റൈറ്റ് ടു വർക്ക്, അതായത് വർക്ക് ഓത്തറൈസേഷൻ വേണം ഇവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ചുരുക്കമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ റൂൾസൊക്കെ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വർക്ക് പെർമിറ്റിൻ്റെ റൂൾസ് പറയാം. ഓക്കെ, അതായത് March 1, 2026 മുതൽ പുതിയ റൂൾസ് വന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ നാഷണൽസിന് ഇവിടെ ജോർജിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസ് ആയാൽ പോലും നമുക്ക് വർക്ക് പെർമിറ്റ് വേണം. എന്നാൽ മാത്രമേ സ്റ്റുഡൻസിനും ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള മിക്ക സ്റ്റുഡൻസിനും അതാണ് ഒരു മേജർ പ്രോബ്ലം. കാരണം വർക്ക് പെർമിറ്റ് എടുക്കാൻ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ഐ തിങ്ക് മന്ത്ലി 190 ലാരീൻ്റെ അടുത്താന്ന് തോന്നുന്നു വർക്ക് പെർമിറ്റിന് ഞങ്ങൾ അടക്കേണ്ടത്. ഐ ഗെസ് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഒന്നാമതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ റെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ എക്സ്പെൻസ് വരുമ്പം ഈ സാലറിയിൽ ഇതെല്ലാം കഴിഞ്ഞു പോകും. ഞങ്ങളെ കയ്യിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇനി ജോർജിയൻസിൻ്റെ കമ്പനിയിൽ കിട്ടുകയാണെങ്കിൽ വർക്ക് പെർമിറ്റ് അവരെന്നെ എടുത്തരും. പക്ഷെ അങ്ങനത്തെ കമ്പനിയിൽ കിട്ടാൻ കുറച്ച് പണിയാണ്. ഇവിടെ മിക്ക സ്റ്റുഡൻസും ചെയ്യുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്ററോ വെയിട്രസ്സോ ഡിഷ് വാഷിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുക. അപ്പം ചില ജോർജിയൻസിൻ്റെ കമ്പനിയിൽ അവരെടുത്തരും, ചിലത് അവരെടുത്തരില്ല, ഞങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. അപ്പം കുറച്ചും കൂടി എളുപ്പമായി പറയുകയാണെങ്കിൽ എംപ്ലോയേഴ്സ് ആദ്യം എന്ത് ചെയ്യും, പെർമിറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും, അതായത് വേക്കൻസി പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ലോക്കൽ കാൻഡിഡേറ്റ്സിനെ കിട്ടാത്തപ്പം മാത്രമേ ഇവർ ഫോറിൻ നാഷണൽസിനെ ഹയർ ചെയ്യുള്ളൂ. സംഭവം മനസ്സിലായോ? ഒരു വേക്കൻസി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കൺസിഡറേഷൻ ജോർജിയൻ ഇവിടുത്തെ ലോക്കൽസിനാണ്. അവരെ കിട്ടാത്തപ്പം അല്ലെങ്കിൽ അവർക്ക് ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യുക, അങ്ങനെ എന്തോ സംഭവമുണ്ട്. അതിനുശേഷം അവരെ കിട്ടാത്തപ്പം മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടുത്തെ ലോക്കൽസാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരൊരു വേക്കൻസി ഇട്ട്, എന്നിട്ട് ആ സെയിം വേക്കൻസിനകത്ത് ഞങ്ങളും കയറി അപ്ലൈ ചെയ്യാണ്, ജോർജിയൻസും അപ്ലൈ ചെയ്യാണ്. അപ്പം ഫസ്റ്റ് കൺസിഡറേഷന് അവർക്കിരിക്കും കൊടുക്കുക, ഞങ്ങൾക്കല്ല. ആരും അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ അവർ നമ്മളെ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നാണ് വെയിറ്റർ, വെയിട്രസ്, ഡിഷ് വാഷിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെയും സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതും ഈ വെയിറ്റർ, വെയിട്രസ്, ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം തീരെ ജോർജിയൻസിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ജോർജിയൻസിൻ്റെ റെസ്റ്റോറൻറ്റിൽ വർക്ക് കിട്ടുന്നില്ല എന്ന് കാണുമ്പം നിങ്ങൾക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ആരെങ്കിലും അറിയുകയാണെങ്കിൽ അങ്ങനെ പരിചയം വഴി നിങ്ങൾക്ക് കയറാൻ പറ്റും. യെറ്റ് വെയിറ്റർ, വെയിട്രസ് എന്നൊക്കെ പറയുമ്പം 7 hours ഷിഫ്റ്റാണ്. ഓക്കെ. പിന്നെ ഉള്ളത് ബറിസ്റ്റ. ഞാൻ എഴുതി വെച്ചു, ഞാൻ നോക്കി പറയാം കേട്ടോ. ഈ വെയിറ്ററും വെയിട്രസിൻ്റെ ഒക്കെ സാലറി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഐ തിങ്ക് ഫ്രം 800 LARI to 1000 സംതിങ് വരെ മാക്സിമം പോകും. പിന്നെ ഉള്ളതാണ് ബറിസ്റ്റ. അത് ഒരു 900 to 1500. അഗെയിൻ ഇത് സ്റ്റുഡൻസിന് ചെയ്യുന്ന ഇവിടെ ഓൾറെഡി സ്റ്റുഡൻസ് ചെയ്യുന്ന ജോലികളും ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇത് കിട്ടാൻ ഞാൻ പറഞ്ഞ കോൺസിക്വൻസസ് മുന്നേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വേക്കൻസി ഇടുന്നു, ജോർജിയൻസിനെ അവർ ഫസ്റ്റ് കൺസിഡർ ചെയ്യും, അവരെ കിട്ടാത്തപ്പം അവർ നമ്മളെ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് ക്യാഷ്യറൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് മെയിനായിട്ട് കിട്ടുക. ഇവിടെ ജോർജിയൻസ് ക്യാഷ്യറിന് അവർ വേക്കൻസി കൊടുക്കുകയാണെങ്കിലും അവരെടുക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ജോർജിയൻ ലാംഗ്വേജ് അറിയണം. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ജോർജിയൻ ലാംഗ്വേജ് നമുക്ക് അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ജോർജിയൻ ലാംഗ്വേജ് അറിയാത്ത പക്ഷെ നമ്മളെ അങ്ങനെ കൺസിഡർ ചെയ്യൂല. ക്യാഷ്യറിനൊക്കെ അവർ വേക്കൻസി ഇടുമെന്നല്ലാതെ അവർ പിന്നെയും ഞങ്ങൾ ഇൻ്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളോട് ചോദിക്കും ജോർജിയൻ അറിയുമോയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലിയർ ഫ്ലുവൻസി ഇല്ലാതെ അവർ നമ്മളെ എടുക്കൂല. പിന്നെ ഹോട്ടൽ റിസപ്ഷണലിസ്റ്റ്, അതും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോസിബിൾ ആണ്, റിസപ്ഷണലിസ്റ്റായി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കോൾ സെൻ്ററാണ്. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കോൾ സെൻ്ററിൽ. അതും അത് US ബേസ്ഡ് കമ്പനിയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് 3 days അങ്ങനെ എന്തോ ആണ്. പക്ഷെ അതിൽ ഒരു ഡേ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കണം. അപ്പം ഇതൊക്കെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ടൈം, അതായത് യൂണിവേഴ്സിറ്റി ക്ലാസ് ഷെഡ്യൂളിന് അനുസരിച്ചിട്ട് വേണം നമ്മളിത് ചൂസ് ചെയ്യാൻ. ചിലത് നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾക്ക് തന്നെ ടൈം ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റാർട്ടിങ് അവർ നമ്മളെ ജോലിക്ക് എടുക്കുമ്പോൾ അവർ പറയുന്ന സമയത്ത് വേണം നമ്മൾ ജോലിക്ക് കയറാൻ. അപ്പം അതിൻ്റെയും കുറേ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു വഴിയാണ്. പിന്നെ ഇവിടെ മിക്ക സ്റ്റുഡൻറ്റും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എവല്യൂഷനും പ്രോക്സിയും. ഇത് രണ്ടും കാസിനോ ആണ്. അപ്പം ഓൺലൈൻ ഗെയിമിംഗ് സെൻറ്റർ, അതായത് അവിടെ ആൾക്കാരൊന്നും വന്നിരിക്കുകയൊന്നുമില്ല, പക്ഷേ സ്ക്രീൻ ഉണ്ടാവും. സ്ക്രീനിൽ ആൾക്കാർ ഗെയിം കളിക്കുക, നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുക. ഇവിടെ കിട്ടുന്ന മിക്ക സ്റ്റുഡൻസും ചെയ്യുന്ന വർക്കാണ് ഇവിടെ ഗെയിം പ്രസൻറ്ററായി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷഫ്ലറായി വർക്ക് ചെയ്യുക. ഗെയിം പ്രസൻറ്റർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻസി ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി നല്ലതായിരിക്കണം, പിന്നെ പ്രസൻറ്റബിളായി ഉണ്ടാവണം. ഇങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അത് കുറച്ചും കൂടി എളുപ്പമായി കിട്ടും. കാരണം ഇപ്പം ഈ പറഞ്ഞ എവല്യൂഷൻ പ്രോക്സിയാണ് പിന്നെയും സ്റ്റുഡൻസിന് കിട്ടുന്ന, അതായത് പെട്ടെന്ന് കിട്ടുന്ന ജോലി. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 days വർക്ക്, 3 days ഓഫ്, 7 hours ഷിഫ്റ്റാണത്. എക്സ്ട്രാ ഡേയ്സ് വേണമെങ്കിൽ വർക്ക് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള സാലറി കിട്ടും. പിന്നെ എന്തോ സാറ്റർഡേ സൺഡേൻ്റെ എന്തോ വീക്കെൻഡ് ഷിഫ്റ്റ് അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെയും വർക്ക് ചെയ്യുക. പക്ഷെ സ്റ്റിൽ നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ സാലറി ഈസ് ഓൺലി എനഫ് ടു പേ യുവർ റെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി ഫീ അടക്കാൻ പറ്റൂല. അങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടക്കണമെങ്കിൽ 2 to 3 പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ 2 to 3 പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. എല്ലാ ക്വിസിനും നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു പാർട്ട് ടൈം ഒക്കെ പിന്നെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ 2 to 3 ഒന്നും പോസിബിൾ ആവുന്ന കേസല്ല. അപ്പം അതാണ് പറയണേ, എവല്യൂഷനൊക്കെ പിന്നെയും ആൾക്കാർ ഇവിടെ ചെയ്യുന്ന ജോലിയാണ്. അതാണ് ഞാൻ ആ കാര്യം എടുത്ത് പറയാൻ കാരണം. പിന്നെ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള സാലറി തന്നെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ആൻഡ് അതാണ് സ്റ്റുഡൻസിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ജോലി ഇവിടെ ജോർജിയയിൽ. ഈ പാർട്ട് ടൈമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ റെൻറ്റ് പേ ചെയ്യുക, നിങ്ങൾക്ക് വെറുതെ നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ റെൻറ്റ് പേ ചെയ്യുക, നിങ്ങളെ എക്സ്പെൻസ് നിങ്ങൾക്ക് തന്നെ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുക, അങ്ങനെ പോവുക. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് MBBS ആണ്.
അതിൻ്റെ കൂടെ ഒരു പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ പഠിപ്പിനും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന പാർട്ട് ടൈം വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അല്ല നിങ്ങൾ ഭയങ്കര ഹെക്റ്റിക്കായി നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഹെക്റ്റിക് ആയാലും പിന്നെ നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷേ അങ്ങനല്ല. ഇപ്പം നിങ്ങൾ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടില്ല. ചില ഡേയ്സൊക്കെ കണ്ടിന്യൂ ക്വിസുള്ള ഡേയ്സ് ഉണ്ടാവും. അപ്പം അന്നൊക്കെ നല്ല പ്രശ്നം വരും, നല്ല പ്രഷറാവും ഞങ്ങൾക്ക്. അപ്പം മാക്സിമം നിങ്ങളെ ടൈമിങ്ങിനും അതുപോലെ ക്ലാസ് ടൈമിങ്ങിനും നിങ്ങൾക്ക് മെൻ്റലിയും ഫിസിക്കലിയും പറ്റുന്ന പാർട്ട് ടൈം മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. ഭയങ്കര ഹെക്റ്റിക് ആയിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പാർട്ട് ടൈമും പൈസയും കിട്ടുമായിരിക്കും, പക്ഷെ ഇന്നൊരു ഭാഗത്ത് സ്റ്റഡീസ് ബാലൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോബ് എളുപ്പത്തിൽ കിട്ടുമെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി അല്ല, എല്ലാവർക്കും കിട്ടണം എന്നില്ല, ടൈം എടുക്കും. ഇവിടെ നല്ല മഴ ഇടി വരും, അപ്പം എല്ലാവർക്കും കിട്ടണം എന്നില്ല. അപ്പം ഇവിടെ ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ മൈൻഡിൽ ഒരു സംഭവം ഉണ്ടാവും, എന്താ ഇവിടെ നിങ്ങൾ വരുന്നത് ഫസ്റ്റ് മന്തിൽ തന്നെ നിങ്ങൾ പാർട്ട് ടൈം നോക്കുന്നു, പാർട്ട് ടൈമിന് കയറുന്നു. അങ്ങനെയല്ല. പാർട്ട് ടൈം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു 3 മാസം എടുക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഇഷ്യൂ കൂടി വന്നതുകൊണ്ട് എവിടെ എന്താന്നുള്ളതൊന്നും അറിയില്ല. ചിലർക്ക് 3 മന്ത്, ചിലർക്ക് 4, ചിലർ 6, ചിലർക്ക് കിട്ടാൻ പണിയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഡെസിഷൻ എടുക്കുക. പിന്നെ ജോബ് ഇവിടെ ജോലി സെർച്ച് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്, അത് ഇവിടെ ഉള്ള സ്റ്റുഡൻസിനും വരാൻ പോകുന്ന സ്റ്റുഡൻസിനും ഹെൽപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ അത് സൈഡിൽ കൊടുക്കുക, ഏതൊക്കെയാണ് വെബ്സൈറ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. jobs.ge, hr.ge, ലിങ്ക്, പിന്നെ അങ്ങനത്തെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ, ഏതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ jobs.ge നിങ്ങൾ കയറുകയാണെങ്കിൽ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷിലോട്ട് മാറ്റുക. ഓക്കെ, ലാംഗ്വേജ് ഇംഗ്ലീഷിലോട്ട് മാറ്റുക. ആ കോളത്തിനകത്ത് ലൊക്കേഷൻ, ഇപ്പം നിങ്ങൾ ടിബ്ലിസിയിലാണ് നിങ്ങളെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ടിബ്ലിസിയിലോട്ട് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ലൊക്കേഷന് നിയർ ബൈ കൊടുക്കുക. അപ്പം നിങ്ങൾക്കൊരു ലിസ്റ്റ് വരും ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളത്. നിങ്ങൾ നിയർ ബൈ ഉള്ള വേക്കൻസി കിട്ടും. ചിലത് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ലിങ്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കിട്ടുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ ഇമെയിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് മെയിലിലോട്ട് പോയി നിങ്ങളെ CV അവർക്ക് അയക്കുക. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, CV ഉണ്ടാക്കുമ്പോൾ വാരി വലിച്ച് കുറേ എഴുതാതിരിക്കുക. CV ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കുറച്ച് അവർക്ക് കാണുമ്പം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കാണണം. അങ്ങനെ CV പ്രിപ്പയർ ചെയ്യുക. ചില ആളൊക്കെ CV ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഫുൾ എഴുതിയിട്ട് അങ്ങനെ വെക്കരുത്. CV ഭയങ്കര സിമ്പിളായി ഉണ്ടാക്കുക. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത്രയും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാ, നിങ്ങളെ പേരെന്താ, നമ്പർ എന്താ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള CV ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അഥവാ അവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കമ്പനിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നോളജ് നിങ്ങളെ തലയിൽ ഉണ്ടായിരിക്കുക. അവർ ആ കമ്പനി ഇപ്പോൾ കോൾ സെൻറ്റർ ആണെങ്കിൽ അതെന്താന്നുള്ളത്, അവിടുത്തെ ജോലി എന്താണെന്നുള്ളത് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അവർ ചോദിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ അവരെ മുന്നിലിരിക്കുമ്പം അവർക്ക് ഓബ്വിയസ്ലി ജോലിക്ക് എടുക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് അവെയർ ആയിരിക്കുക. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാനുള്ളത്, ഐ തിങ്ക് ഞാൻ എല്ലാം കവർ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിരുന്നു. ഞാൻ ജോലിക്കുള്ള വെബ്സൈറ്റ് പറഞ്ഞു, റൂൾസ് പറഞ്ഞു. പ്രത്യേകം റൂൾസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പെർമിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചില ജോർജിയൻസിൻ്റെ ചില ജോർജിയൻ കമ്പനിയിൽ അവർ തന്നെ വർക്ക് പെർമിറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ചിലതിൽ അവർ വർക്ക് പെർമിറ്റ് എടുത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എവിടെയാണ് പെർമിറ്റ് കിട്ടുന്നത്, എവിടെയാണ് കിട്ടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലീഗലി അല്ല, നിങ്ങളിപ്പോൾ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇല്ലെങ്കിൽ പിന്നെയും എന്തെങ്കിലും പറയാം. പക്ഷെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക, വേറൊരാളെ പെർമിറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക, ഇങ്ങനത്തെ കേസൊക്കെ വരികയാണെങ്കിൽ നിങ്ങളെ ഇവിടുത്തെ TRC, അതായത് ടെമ്പററി റെസിഡൻസി കാർഡ് അവർ
ഇതാക്കിയിട്ട് ഡീപ്പോർട്ട് ചെയ്ത് വിടും നാട്ടിലേക്ക്. അപ്പം അങ്ങനെ ഫേക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡോക്യുമെൻസിൻ്റെ കാര്യത്തിലൊക്കെ ഓരോരു ഇഷ്യൂ വരാതെ ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിരുന്ന് വല്ലാണ്ട് വീഡിയോ ലോങ് ആക്കുന്നില്ല, കാരണം ഭയങ്കര ലാഗായി പോകും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ അല്ല ഏതെങ്കിലും രീതിക്ക് ചോദിച്ചാൽ മതി. ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് അത് ഇട്ടുതരാം. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.